നമസ്കാരം. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ സുപ്രധാനമായ നിയമനീക്കങ്ങളുമായിട്ട് പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ട് പോവുകയാണ്. കൊല്ലം വിജിലൻസ് കോടതി തന്ത്രി കണ്ഠരര് രാജീവർക്ക് അനുവദിച്ച ജാമ്യ ഉത്തരവിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ജാമ്യ ഉത്തരവിൽ കോടതി നടത്തിയ ചില നിരീക്ഷണങ്ങൾ കേസിന്റെ മുന്നോട്ടുള്ള പോക്കിന് ദോഷകരമായിട്ട് ബാധിക്കുമെന്നാണ് SITയുടെ വിലയിരുത്തൽ. അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലായിരിക്കെ പ്രതിക്കെതിരെ തെളിവുകളില്ലെന്ന തരത്തിലുള്ള കോടതിയുടെ പരാമർശങ്ങൾ നിയമപരമായിട്ട് നിലനിൽക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് SIT അപ്പീൽ നൽകാനായിട്ട് ഒരുങ്ങുന്നത്. ഈ നീക്കം കേസിൽ പുതിയൊരു നിയമയുദ്ധത്തിന് വഴിതുറന്നിരിക്കുകയാണ്. ജാമ്യ ഉത്തരവിലെ വിവാദപരമായിട്ടുള്ള പരാമർശങ്ങൾ നീക്കം ചെയ്യണമെന്നതാണ് അന്വേഷണ സംഘത്തിന്റെ പ്രധാന ആവശ്യം. സാധാരണഗതിയിൽ ഒരു ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ കേസിന്റെ മെറിറ്റിലേക്ക് കടന്നുകൊണ്ടുള്ള നിരീക്ഷണങ്ങൾ ഒഴിവാക്കണമെന്ന് സുപ്രീം കോടതിയുടെ മുൻകാല ഉത്തരവുകളുണ്ട്. എന്നാൽ കൊല്ലം വിജിലൻസ് കോടതിയുടെ ഉത്തരവിൽ ഇത്തരത്തിലുള്ള ലംഘനങ്ങൾ ഉണ്ടെന്നാണ് SIT ആരോപിക്കുന്നത്. DGPയുമായും മറ്റ് ഉന്നത നിയമവിദഗ്ധരുമായും നടത്തിയ ചർച്ചകൾക്ക് ശേഷം കൃത്യമായ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കാനാണ് തീരുമാനം. ഹൈക്കോടതിയിലെ വിജിലൻസ് കേസുകൾ കൈകാര്യം ചെയ്യുന്ന പ്രത്യേക ബെഞ്ചിന് മുൻപാകെയാകും ഈ ഹർജി എത്തുക. താന്ത്രികപരമായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമാണ് തന്ത്രിക്ക് ചുമതലയെന്നും ഭരണപരമായിട്ടോ സാമ്പത്തികപരമായിട്ടോ ഉള്ള കാര്യങ്ങളിൽ ഇടപെടാൻ തന്ത്രിക്ക് അധികാരമില്ലെന്നും ദേവസ്വം മാനുവൽ ഉദ്ധരിച്ചുകൊണ്ട് കോടതി നിരീക്ഷിച്ചിരുന്നു. കൂടാതെ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയിൽ തന്ത്രി പങ്കാളിയാണെന്നതിന് മതിയായ തെളിവുകൾ ഹാജരാക്കാനായിട്ട് അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ലെന്നും കോടതി ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഇടപെടലിലൂടെ തന്ത്രിയെ കേസിൽ കുടുക്കാൻ ശ്രമം നടന്നുവെന്ന തരത്തിലുള്ള പരാമർശങ്ങളും കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി. ഈ നിരീക്ഷണങ്ങൾ അന്വേഷണ ഏജൻസിയുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നതാണെന്ന് സർക്കാർ വൃത്തങ്ങൾ കരുതുന്നു. ഈ കേസിനെ ചൊല്ലിയുള്ള രാഷ്ട്രീയ പോര് കേരളത്തിൽ കനക്കുകയാണ്. തന്ത്രി കണ്ഠരര് രാജീവർക്കെതിരെ രൂക്ഷമായ ഭാഷയിലാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചത്. സ്വർണ്ണക്കള്ളന്മാരുടെ പട്ടികയിൽ ഉൾപ്പെടുന്ന ഒരാളെ സംരക്ഷിക്കേണ്ട ആവശ്യം സർക്കാരിനില്ലെന്നും അന്വേഷണം പൂർത്തിയാകുമ്പോൾ എല്ലാ സത്യങ്ങളും പുറത്തു വരുമെന്നും ഗോവിന്ദൻ പ്രതികരിച്ചു. തന്ത്രിക്ക് ജാമ്യം നൽകിയ കോടതി വിധിയിൽ അസാധാരണത്വം ഉണ്ടെന്ന് മന്ത്രി P രാജീവും അഭിപ്രായപ്പെട്ടു. സർക്കാരിൻ്റെ ഈ നിലപാടുകൾ തന്ത്രിക്കെതിരെയുള്ള രാഷ്ട്രീയ നീക്കത്തിൻ്റെ ഭാഗമാണ് എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം. മറുഭാഗത്ത് തന്ത്രിയെ പിന്തുണച്ചുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം ശക്തമായി രംഗത്തെത്തിയിട്ടുണ്ട്. തന്ത്രിയെ അറസ്റ്റ് ചെയ്ത നടപടി സംശയാസ്പദമാണെന്നും ഇതിന് പിന്നിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നേരിട്ടുള്ള ഇടപെടലുണ്ടെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു. യഥാർത്ഥ പ്രതികളെയും ഈ കവർച്ചയ്ക്ക് പിന്നിലെ വമ്പൻ സ്രാവുകളെയും സംരക്ഷിക്കാനാണ് സർക്കാർ തന്ത്രിയെ ഇവിടെ ബലിയാടാക്കുന്നത് എന്ന നിലപാടാണ് KC വേണുഗോപാലും സ്വീകരിച്ചിരിക്കുന്നത്. CPMന്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നടപ്പിലാക്കാനുള്ള ഉപകരണമായിട്ട് അന്വേഷണ സംഘത്തെ മാറ്റുകയാണെന്ന് പ്രതിപക്ഷം ഇവിടെ കുറ്റപ്പെടുത്തുകയാണ്. SITയുടെ പുതിയ നീക്കം ഏതായാലും വരും ദിവസങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിമരുന്നിടുന്നതായിരിക്കും. ജാമ്യ ഉത്തരവ് റദ്ദാക്കപ്പെടുമോ അതോ കോടതിയുടെ നിരീക്ഷണങ്ങൾ മാത്രം നീക്കം ചെയ്യപ്പെടുമോ എന്നതാണ് നിയമലോകം തന്നെ ഇവിടെ ഉറ്റുനോക്കുന്നത്. സ്വർണ്ണക്കവർച്ച കേസിൽ തന്ത്രിയുടെ പങ്കിനെക്കുറിച്ച് കൂടുതൽ വ്യക്തമായിട്ടുള്ള തെളിവുകൾ ഹൈക്കോടതിയിൽ ഹാജരാക്കാൻ അന്വേഷണ സംഘത്തിന് ഇനി സാധിക്കുമോ എന്നത് നിർണായകമാണ്. അതേസമയം വിശ്വാസികളെയും താന്ത്രിക ചടങ്ങുകളെയും രാഷ്ട്രീയ ലാഭത്തിനായിട്ട് സർക്കാർ ഉപയോഗിക്കുന്നുവെന്ന ആക്ഷേപം ഭക്തർക്കിടയിലും ചർച്ചയായി മാറിയിട്ടുണ്ട്. നിയമപരമായിട്ടുള്ള നടപടികളിലൂടെ ഈ വിവാദങ്ങൾക്ക് അന്ത്യമുണ്ടാകുമോ എന്നത് ഇനി കണ്ടറിയാം.